അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയതായി നിർമ്മിക്കുന്ന 2 വരി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നു. ഈ പുതിയ പാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതപ്പുഴയ്ക്ക് മുകളിലൂടെയുള്ള റെയിൽവേ പാലങ്ങളുടെ എണ്ണം 3 ഉയരും. ഇതിന്റെ ഭാഗമായി പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ പുതിയ മേൽപ്പാലം പണിയുന്നതിനുള്ള പ്രാഥമിക മണ്ണ് പരിശോധനകൾക്ക് തുടക്കമായി. വലിയ അത്യാധുനിക യന്ത്രങ്ങൾ എത്തിച്ച് മണ്ണിനടിയിലേക്ക് ആഴത്തിൽ താഴ്ത്തിയാണ് പരിശോധനകൾ നടത്തുന്നത്. നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണിന്റെ സാമ്പിൾ ശേഖരണവും ഇതോടൊപ്പം പൂർത്തിയായിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേയുടെ കേരളത്തിലുള്ള പ്രധാന ഡിവിഷനുകളായ തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളുടെ അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ പൈങ്കുളം ഗേറ്റ് പരിസരം. ഈ മേഖലയിൽ ട്രെയിനുകൾ കടത്തിവിടുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനാണ് ഭാരതപ്പുഴയിലെ 3ാം പാലവും 3ാം പാതയും അടക്കമുള്ള വൻ വികസന പദ്ധതി റെയിൽവേ വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിക്കായി തൃശൂർ ജില്ലാ അതിർത്തിയിൽ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ റൂട്ടിൽ 2 റെയിൽവേ പാതകളാണുള്ളത്. പുതിയതായി 3ാം പാത കൂടി പൂർത്തിയാകുന്നതോടെ റെയിൽവേ ഗേറ്റിലെ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന പൈങ്കുളം നിവാസികളുടെയും യാത്രക്കാരുടെയും നീണ്ടകാലത്തെ സ്വപ്നമായ റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകും. You are watching VCV News.